സംസ്ഥാനത്ത് ചൂടിന് ശമനമായി വേനൽ മഴ കനത്തതോടെ KSEBിക്ക് ആശ്വാസം. 2 ദിവസമായി വൈദ്യുതി ഉപഭോഗം കുറഞ്ഞു. ഇതോടെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരില്ലെന്നാണ് KSEB അറിയിക്കുന്നത്. മെയ് മാസത്തിൽ ഉപഭോഗം കൂടിയാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി നേരിടാൻ മുൻകരുതലെടുത്തിട്ടുണ്ട് എന്നും KSEB വ്യക്തമാക്കി. സുനിഷ അയ്യല്ലൂരുണ്ട് നമുക്കൊപ്പം. സുനിഷ, അപ്പോൾ ഈ പീക്ക് ലെവൽ മാനേജ്മെന്റ് എന്ന പേരിൽ നടത്തുന്ന ഒരു ലോഡ് ഷെഡിങ് സാധാരണ ജനങ്ങളുടെ ഉറക്കം പോലും കെടുത്തുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇനി മുന്നോട്ട് കറണ്ട് പോവില്ല എന്ന് കരുതാം അല്ലേ? അതെ ഷിഹാസ്, അങ്ങനെയാണ് KSEB പറയുന്നത്. അങ്ങനെയാണ് നിലവിൽ സാഹചര്യം. പ്രതിസന്ധി എല്ലാം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ വൈദ്യുതി പുറത്തുനിന്നും വൈദ്യുതി വാങ്ങുന്നത് സംഭവിച്ചിട്ടുണ്ട്, വൈദ്യുതി വാങ്ങാൻ ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മഴ കനത്തതുകൂടി ആശ്വാസമാകുന്നു എന്നുള്ളതാണ്. മഴ ചതിച്ചില്ല ആശാനെ എന്നുള്ളതാണ് KSEB തന്നെ ഇപ്പോൾ പറയുന്നത്. കാരണം മഴ ലഭിച്ചാൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി മാറ്റാൻ കഴിയും, തരണം ചെയ്യാൻ കഴിയുമെന്നുള്ളത് KSEB തുടക്കം മുതൽ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായി പലയിടത്തും മഴ ലഭിക്കുന്നുണ്ട്. അത് വലിയ ആശ്വാസമാകുന്നു എന്നുള്ളതാണ്. വൈദ്യുതി ഉപഭോഗം 6000 ഒക്കെ കടക്കുന്ന സാഹചര്യമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ പീക്ക് ടൈം മാനേജ്മെന്റ് എന്ന രീതിയിലൊക്കെ ലോഡ് ഷെഡിംഗ് അടക്കം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 5000-ലും താഴെ ആകുന്നു എന്നുള്ളതാണ് ഏറെക്കുറെ ആശ്വാസമാകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഉപഭോഗത്തിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് ഈ കുറച്ച് ദിവസം കൊണ്ട്. ഇനി അങ്ങോട്ട് മഴ പെയ്യുകയാണെങ്കിൽ, ഈ വേനൽ മഴ ഇതേ ശക്തമായ രീതിയിൽ ലഭിക്കുകയാണെങ്കിൽ വൈദ്യുതി ഉപഭോഗം കുറയും. നിയന്ത്രണം ഒന്നും വേണ്ടിവരില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നിയന്ത്രണമില്ല. അല്ലെങ്കിൽ നമുക്ക് അറിയാം, പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ തന്നെ പ്രതിഷേധം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ മറ്റിടങ്ങളിലൊന്നും തന്നെ കറണ്ട് പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. KSEB തന്നെ പത്രക്കുറിപ്പ് നൽകുമ്പോൾ പറയുന്നത് ഇന്ന് നിയന്ത്രണം ഉണ്ടായിരുന്നില്ല ഒരു സ്ഥലത്തും എന്നുള്ളതാണ്. നാമമാത്രമായ നിയന്ത്രണം ചിലയിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെയൊന്നും തന്നെ എല്ലായിടങ്ങളിലും ഒറ്റയിടങ്ങളിലും ഈ നിയന്ത്രണം ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് KSEB കണക്ക് കൂട്ടുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ മഴ എത്ര കാലം നീണ്ടു നിൽക്കുമെന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. മെയ് അടുത്ത വാരത്തോടുകൂടി ഒരുപക്ഷെ ചൂട് കൂടാനുള്ള സാധ്യത കൂടി ഈ KSEB കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള മുൻകരുതലുകളുണ്ട്. ഇപ്പോൾ വൈദ്യുതി ലഭിക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഏതെങ്കിലും പ്രതിസന്ധി വരികയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സ്വാപ്പ് വഴി വാങ്ങുന്നത് അടക്കമുള്ള പരിശോധനകൾ, അതിനുള്ള ചർച്ചകളെല്ലാം ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. മുൻകരുതലുകളെല്ലാം ഒരു ഭാഗത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് KSEB പറയുന്നത്. ഏതായാലും മഴ ലഭിച്ചതും വൈദ്യുതി ലഭിച്ചതും എല്ലാം ഇപ്പോൾ ആശ്വാസമായിട്ടുണ്ട്. KSEB കറണ്ട് പോകാതെ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട. ശരി സുനിഷ, മഴ പെയ്തു, വൈദ്യുതി ഉപയോഗം കുറഞ്ഞു, കറണ്ട് പോകുന്നില്ല, പൊതുജനങ്ങൾക്ക് ആശ്വാസം.